ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നാംസ് ആണ്. അപ്പോൾ നമ്മുടെ എക്കണോമിക്സ് മോഡൽ എക്സാം വീണ്ടും മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്കണോമിക്സ് മോഡൽ എക്സാം വരുന്നത് മറ്റന്നാളാണ്. 26 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും പഠിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മക്കളെല്ലാവരും ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം മാക്രോ എക്കണോമിക്സിലെ 4, 5, 6 ചാപ്റ്ററുകളിലായിട്ട് കുറേ മൾട്ടിപ്ലയറുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏകദേശം സിമിലർ ആയിട്ട് തോന്നുന്ന ഇക്വേഷൻസ് ആണ് ഈ എല്ലാ മൾട്ടിപ്ലയറുകൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാം ഇത് കൺഫ്യൂഷൻ ആയി പോകുന്നുണ്ട്. അപ്പോൾ ആ മൾട്ടിപ്ലയറുകൾ മാത്രമായിട്ട് നമുക്ക് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്താലോ? ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലയറുകൾ മാത്രമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഇക്വേഷനും അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ മൾട്ടിപ്ലയർ എന്നുള്ള കോൺസെപ്റ്റിൻ്റെ ഒരു മീനിങ് തന്നെ ഒരു വേരിയബിൾ മാറുന്ന സമയത്ത് അതിനനുസരിച്ചൊരു മാറ്റം മറ്റൊരു വേരിയബിളിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് മാറ്റങ്ങൾ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ മൾട്ടിപ്ലയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം, നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ഒരേ ഒരു മൾട്ടിപ്ലയർ മാത്രമാണ് പഠിക്കാനുള്ളത്. അത് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ആണ്. അതായത് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചറിൽ മാറ്റം വരുന്ന സമയത്ത് അതിനനുസരിച്ച് ഉറപ്പായിട്ടും നമ്മുടെ ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ ഇൻകത്തിൽ ഒരു മാറ്റം വരും. അപ്പോൾ ആ രണ്ട് മാറ്റങ്ങൾ തമ്മിലുള്ള റേഷ്യോ ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ ഇതാണ് 1/MPS. നമുക്കറിയാം MPSും MPCയും കൂടെ കൂട്ടിയാൽ 1 കിട്ടുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ കൂടെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഈ C എന്ന് പറയുന്നത് MPC ആണ്. MPSും MPCയും കൂടെ കൂട്ടിയ 1 ആയതുകൊണ്ട് നമുക്ക് 1/1 - MPC എന്നുള്ളൊരു ഇക്വേഷൻ കൂടെ അതിനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് MPC അല്ലെങ്കിൽ MPS ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരിക. MPS തന്നു കഴിഞ്ഞാൽ സിമ്പിളാണ്, 1/MPS ചെയ്താൽ മതി. ഇനി അതല്ല നിങ്ങൾക്ക് MPC ആണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷനിലേക്ക് പോകേണ്ടി വരും. അതായത് നമുക്ക് 1/1 - MPC എന്നുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് വരേണ്ടി വരും. ഇവിടെ MPC ആണ് തന്നത്. സോ 1/1 - 0.6 ആയിരിക്കും. അതായത് 1/0.4 ആയിരിക്കും. അപ്പോൾ 1/0.4 ചെയ്ത് കഴിയുമ്പോൾ 2.5 ആണ് മൾട്ടിപ്ലയർ എന്ന് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഒരു 100 രൂപ കൂടുവാണെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻകം 250 രൂപ കൂടും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. 2.5 എന്ന് പറഞ്ഞാൽ അത്രയും മൾട്ടിപ്പിൾ ചേഞ്ച് അതിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ദെൻ നമ്മുടെ ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ദി എക്കണോമി എന്നുള്ള ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ മൾട്ടിപ്ലയറുകൾ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. എന്ന് വെച്ചിട്ട് ഒരുപാടൊന്നുമില്ല. നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ 2 സിറ്റുവേഷൻ ആയിട്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം ഇൻകം ഒക്കെ കണ്ടുപിടിക്കുന്നത്. ലംസം ടാക്സിൻ്റെ കേസും ഉണ്ട്, പ്രൊപ്പോർഷണൽ ടാക്സിൻ്റെ കേസും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ലംസം ടാക്സിൻ്റെ കേസിലെ മൾട്ടിപ്ലയറുകളാണ് നോക്കുന്നത്. ഒന്നാമത്തെ മൾട്ടിപ്ലയർ ആണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. അതായത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച് വൈയിൽ ചേഞ്ച് വരും. അത് തമ്മിലുള്ള റേഷ്യോ ആണ്. അതായത് ΔY/ΔG ആണ്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ് 1/1 - C. ഇത് തന്നെയാണ് നേരത്തെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറിനും കണ്ട ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. അതായത് 1/1 - MPC. ദെൻ അടുത്തത് ടാക്സ് മൾട്ടിപ്ലയർ ആണ്. അതായത് ടാക്സ് മാറുന്ന സമയത്ത് അതിനനുസരിച്ചൊരു മാറ്റം നമ്മുടെ ഇൻകത്തിലും വരും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് -C/1 - C. അതായത് ΔY/ΔT എന്നുള്ള ഇക്വേഷനാണ് -C/1 - C. ടാക്സ് മൾട്ടിപ്ലയർ മാത്രം ഒരു നെഗറ്റീവ് മൾട്ടിപ്ലയർ ആണ് എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ദെൻ അടുത്തത് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. ഇത് പ്രത്യേകമായിട്ടൊരു മൾട്ടിപ്ലയർ ഒന്നുമല്ല. ഇത് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ നേരത്തെ പഠിച്ച ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറും ടാക്സ് മൾട്ടിപ്ലയറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. അത് എപ്പോഴും 1 കിട്ടണം. അതാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ ഈ TR അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മാറുന്ന സമയത്ത് അതിനനുസരിച്ചൊരു മാറ്റം വൈയിൽ ഉണ്ടാകും. ആ രണ്ട് മാറ്റം തമ്മിലുള്ള റേഷ്യോ ആണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ. അതിൻ്റെ ഇക്വേഷൻ ഇതാണ് C/1 - C. അതായത് ടാക്സ് മൾട്ടിപ്ലയറിൻ്റെ അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടേക്ക് വരുമ്പോൾ നെഗറ്റീവ് ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ΔY/ΔTR എന്നും പറയാം. ഓക്കെ. അപ്പോൾ ഈ 4 മൾട്ടിപ്ലയറുകളാണ് നമുക്ക് ലംസം ടാക്സിൻ്റെ സിറ്റുവേഷനിൽ പഠിക്കാനുള്ള മൾട്ടിപ്ലയറുകൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാ ഒരു ക്വസ്റ്റ്യൻ. ഇഫ് MPC 0.8 ആണെങ്കിൽ നമ്മളോട് ഈ പറഞ്ഞ 4 മൾട്ടിപ്ലയറും കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മിസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാം. 1/1 - C എന്നാണല്ലോ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ പഠിച്ചത്. C ആണ് MPC എന്ന് പറയുന്നത്. അതിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 1 - 0.8 നമുക്ക് എന്ത് പറയാം, 1/0.2 എന്ന് പറയാം. 1/0.2 നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ 5 ആണ് ആൻസർ കിട്ടുന്നത്. ദെൻ അടുത്തത് ഞാൻ ടാക്സ് മൾട്ടിപ്ലയർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. -C/1 - C ആണ്. C എത്രയാണ്, 0.8 ആണ്. ദെൻ 1 - 0.8 അതായത് 0.8/0.2 മൈനസ് ആണ്. 0.8/0.2 നമുക്ക് -4 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഈ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറും
ടാക്സ് മൾട്ടിപ്ലയറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. അപ്പോൾ 5 + -4 1 ആണ്. 1 കിട്ടുകയും വേണം. ഇനി അടുത്തത് നമ്മൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. C/1 - C. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. 0.8/1 - 0.8 നമുക്ക് ടാക്സ് മൾട്ടിപ്ലയറിൻ്റെ അതേ ആൻസർ തന്നെയാണ് കിട്ടുക. മൈനസ് നിങ്ങൾ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസറായി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കണ്ടുപിടിക്കാൻ വേണ്ടി. ഈ 4 ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് 4 ഇക്വേഷനും ഇല്ല, 3 ഇക്വേഷനേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ 2 ഇക്വേഷനേ ഉള്ളൂ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെ ഈ ഒരു ഇക്വേഷനും ടാക്സിൻ്റെ ഈ ഒരു ഇക്വേഷനും. ടാക്സിൻ്റെ ഇക്വേഷൻ തന്നെയാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റിനും വരിക. അവിടെ നെഗറ്റീവ് ഇല്ല എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതിയാവും. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ തന്നെ പ്രൊപ്പോർഷണൽ ടാക്സ് വരുമ്പോൾ എങ്ങനെയാണ് ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം കണ്ടുപിടിക്കുക എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഒരേ ഒരു മൾട്ടിപ്ലയറേ ഉള്ളൂ. പ്രൊപ്പോർഷണൽ ടാക്സിൻ്റെ കേസിലും നമുക്ക് ഈ പറയുന്ന ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഉണ്ട്, ടാക്സ് ഉണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ മൾട്ടിപ്ലയർ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. അതുകൊണ്ട് ഇവിടെ ടോട്ടലി ഒരൊറ്റ മൾട്ടിപ്ലയറേ ഉള്ളൂ. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൊത്തത്തിൽ മാറുകയാണെങ്കിൽ അതിനനുസരിച്ചൊരു മാറ്റം എവിടെയും വരും, നമ്മുടെ ഇൻകത്തിലും വരും. അപ്പോൾ ആ 2 ചേഞ്ച് തമ്മിലുള്ള റേഷ്യോ ആണ് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ പ്രൊപ്പോർഷണൽ ടാക്സിൻ്റെ കേസിൽ ഇക്വേഷൻ ഇതാണ്: 1/1 - C × 1 - T. നമുക്ക് സിയും ടിയും ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ C 0.8 T 0.1 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 1/1 - C × 1 - T. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം. 1 - C 0.8 ആണ്, T 0.1 ആണ്. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഓർഡർ ഉണ്ട്. ആദ്യമേ ഈ ബ്രാക്കറ്റിനകത്തിരിക്കുന്നത് ആദ്യം ചെയ്യണം. അതിനെ 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് വേണം നിങ്ങൾ 1 നിന്ന് മൈനസ് ചെയ്യാനായിട്ട്. അതായത് ഈ ഒരു പോർഷൻ നിങ്ങൾ ഒന്നിച്ച് വായിക്കണം. C × 1 - Tയെ നമ്മൾ 1 നിന്ന് മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കോ. ആദ്യം ഞാൻ 1 - 0.1 ബ്രാക്കറ്റിനകത്തിരിക്കുന്നത് ചെയ്യാണ്. അപ്പം ഇൻറ്റു 0.9 ആണ് വരിക. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? 1 - 0.8 × 0.9 ചെയ്യാം. അപ്പോൾ 0.72 എന്ന് കിട്ടും. അപ്പോൾ 1 - 0.72 ചെയ്ത് കഴിയുമ്പോൾ 0.28. അപ്പോൾ ഇനി ഡിവൈഡ് ചെയ്യാം. 1/0.28 3.57 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ഓപ്പൺ ഇക്കണോമി മൾട്ടിപ്ലയർ ആണ്. ഓപ്പൺ ഇക്കണോമി മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഓപ്പൺ ഇക്കണോമി മാക്രോ എക്കണോമിക്സ് എന്നുള്ള ചാപ്റ്ററിലേക്ക് പോവാണ്. അവിടെ നമുക്കറിയാം 4 സെക്ടേഴ്സ് വരുന്നുണ്ട്. 4ാമത്തെ എക്സ്റ്റേണൽ സെക്ടർ കൂടെ ആ ചാപ്റ്ററിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒരൊറ്റ മൾട്ടിപ്ലയറേ ഉള്ളൂ. 1/1 - C + M. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ ഇത് MPC ആണ്, ഇത് MPM ആണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട് ആണ്. അപ്പോൾ നമുക്ക് സിയും എമ്മും ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ C 0.8 M 0.5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണേ നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. 1 - C 0.8 ആണ്, ദെൻ M 0.5 ആണ്. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓർഡറിൽ തന്നെ ചെയ്താൽ മതി. 1 - 0.8 ആദ്യം ചെയ്യുന്നു, ദെൻ അതിനോട് 0.5 കൂട്ടുന്നു. അപ്പോൾ 0.7 എന്ന് വരും. അപ്പോൾ 1/0.7 ചെയ്യുന്നു. അപ്പോൾ 1.428 ആണ്. ഞാനതിനെ 43 എന്നാക്കുകയാണ്. ഇങ്ങനെയാണ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ ലാസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സിലും കൂടിയുള്ള മൾട്ടിപ്ലയറുകളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കി വയ്ക്കുക. സിമ്പിളാണ് പഠിക്കാനായിട്ട്. നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും 1, 2, 3 മൾട്ടിപ്ലയർ എങ്കിലും കണ്ടുപിടിക്കാൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഉറപ്പായിട്ടും നമ്മുടെ മോഡൽ എക്സാമിന്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഒരു ദിവസം കൂടെ എക്സ്ട്രാ സമയം കിട്ടിയിരിക്കുകയാണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് ലൈവ് ഉണ്ടായിരിക്കും. എല്ലാവരും ലൈവിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.